ഹലോ, ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല തനി നാടൻ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതേ കണ്ടില്ലേ, അകമൊക്കെ നല്ല സോഫ്റ്റായിട്ട് സൈഡൊക്കെ നല്ല ക്രിപ്സി ആയിട്ടുള്ളൊരു നെയ്യപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഈ കാണിക്കുന്ന ഇതേപോലൊരു കപ്പിൽ 2 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചരി നന്നായി കഴുകിയെടുത്തിട്ട് 2 മണിക്കൂറൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായി കുതിർന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഒരു അരിപ്പയിലേക്ക് മാറ്റി വെള്ളം തോരാൻ വേണ്ടി വെക്കാം. വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെള്ളം ഒന്ന് തോന്നു വന്നാൽ മതി. ഇനി അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതേ രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം. അരിച്ചൊന്നും എടുക്കേണ്ട, നന്നായി പൊടിഞ്ഞ് കിട്ടിയാലും മതി. അത് നമുക്കിത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. ഞാൻ പച്ചരി പൊടിച്ചതിന് ശേഷം ഒന്ന് അളന്നെടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് നിറയെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ അരി കുതിർത്ത് പൊടിച്ചതുകൊണ്ട് തന്നെ അത്യാവശ്യം തരികളോടുകൂടിയായിരിക്കും ഈ ഒരു പൊടി ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് അധികം ആവണ്ട, ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഒരു പിഞ്ച് അളവിലേ ചേർത്ത് കൊടുക്കാവുള്ളൂ. അതിലേക്ക് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 150 ഗ്രാം അളവിൽ ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു. ആ ശർക്കരയിൽ 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ശർക്കര നന്നായി അലിഞ്ഞ് വരുന്ന വരെ ഒന്ന് പാനിയാക്കിയാൽ മതി, കുറുകിയൊന്നും വരണ്ട. അതിനുശേഷം ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ആ പൊടിയിലേക്ക് ശർക്കരപ്പാനി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതോടൊപ്പം തന്നെ ഒരു വലിയ സ്പൂൺ നെയ്യ് കൂടി ചേർത്താണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നെയ്യ് കൂടി ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ആ ശർക്കരപ്പാനിക്ക് ചെറിയ ചൂടുണ്ടായതുകൊണ്ട് തന്നെ നെയ്യും കൂടി പെട്ടെന്നൊന്ന് മെൽറ്റായി വന്നോളും. മാവിന് കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കലക്കിയെടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ശർക്കരപ്പാനി ബാക്കി വന്നതുകൊണ്ട് അതിലേക്ക് കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്യപ്പത്തിനുള്ള ഈ ഒരു മാവ് ഇഡലിക്കുള്ള മാവിൻ്റെ ആ ഒരു രീതിയിലൊക്കെ ഇരിക്കണം. അത്രയും മാത്രം ലൂസേ ആകാവൂ. ഒരുപാട് ലൂസും വേണ്ട, ഒരുപാട് കട്ടിക്കും ഇരിക്കേണ്ട. അതേ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ റവപ്പൊടിയാണ്. വറുത്തതോ വറുക്കാത്തതോ ചേർത്താലും കുഴപ്പമില്ല. റവപ്പൊടി കൂടി ചേർത്ത് നമുക്കിതൊന്നും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ റവപ്പൊടി കൂടി ചേർത്തതുകൊണ്ട് തന്നെ മാവ് ഒന്നും കൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ലൂസിൽ വേണം നമ്മളിത് കലക്കിയെടുക്കാൻ. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ ഒരു മാവിലേക്ക് നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതല്ല പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ഈസ്റ്റോ സോഡാപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എന്തായാലും അങ്ങനെ ചേർക്കുന്നില്ല. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടുന്ന തേങ്ങാക്കൊത്തും എള്ളും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. കറുത്ത എള്ളാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ എള്ള് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം എള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എള്ളും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. എള്ളൊക്കെ ഒന്ന് പൊട്ടി വരും. ആ ഒരു സമയത്ത് നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മാവ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി ഒരു 8 മണിക്കൂർ ഞാനിവിടെ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് മാവ് തുറന്ന് നോക്കിയത്. അപ്പോൾ അത് ഇതുപോലെ നല്ലതായിട്ട് പൊങ്ങി വന്നിരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും എല്ലാം ചേർത്ത് കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പെട്ടെന്നൊന്ന് പൊടിഞ്ഞ് വരാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ വറുത്ത് വെച്ച ആ ഒരു തേങ്ങാക്കൊത്തും എള്ളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഒരു മാവ് ഇപ്പം കറക്റ്റ് പരുവത്തിൽ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഇഡലിക്കൊക്കെ കോരി ഒഴിക്കത്തില്ലേ, ആ ഒരു പരുവത്തിൽ തന്നെ മാവ് കിട്ടിയിട്ടുണ്ട്. ആ റവയൊക്കെ ഇപ്പം നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം. നാടൻ വെളിച്ചെണ്ണ ഉപയോഗിച്ച് നെയ്യപ്പം ചുടുന്നതാണ് എപ്പോഴും അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ കേരയുടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു നെയ്യപ്പത്തിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടും. ഞാനിതിപ്പം 100 ഗ്രാം നെയ്യാണ് എടുത്തിരിക്കുന്നത്. അത് മുഴുവനായിട്ടും ഈ ഒരു നെയ്യപ്പത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ മാവിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിരുന്നല്ലോ, അതിൻ്റെ ബാക്കി മുഴുവനും നമ്മൾ ഈ എണ്ണയിലേക്കങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയോടൊപ്പം തന്നെ നെയ്യും കൂടി ചൂടായി വന്നിട്ടുണ്ട്. നന്നായി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു തവി വെച്ച് കുറേശ്ശെയായിട്ട് കോരി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നടുക്ക് കുഴിഞ്ഞ ഒരു ഇരുമ്പ് ചട്ടിയോ ചീനിച്ചട്ടിയാണ് നെയ്യപ്പം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. പരന്ന ചീനിച്ചട്ടി എന്തെങ്കിലും ആണെങ്കിൽ ആ കറക്റ്റ് ഷേപ്പ് നെയ്യപ്പത്തിന് വരത്തില്ലെന്നേ ഉള്ളൂ. എങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ നമുക്ക് നെയ്യപ്പം ഒഴിച്ച് അതൊന്ന് പൊങ്ങി വരും.
മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പതുക്കെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇരുമ്പ് ചീനിച്ചട്ടി ആയതുകൊണ്ട് തന്നെ എണ്ണ നല്ല ചൂടാണ്. അങ്ങനെ നമ്മൾ നെയ്യപ്പം തിരിച്ചിട്ടിട്ടുണ്ട്. രണ്ട് സൈഡും നന്നായി ഒന്ന് കളറായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നല്ലതായിട്ട് രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞ് വരണം. കണ്ടോ, നമ്മുടെ നെയ്യപ്പം നല്ല സോഫ്റ്റാണ്, പക്ഷേ അരികൊക്കെ മൊരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്യപ്പമാണ് കിട്ടിയത്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ നെയ്യപ്പം എല്ലാം ഇതുപോലെ നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ക്രിപ്സി ആയിട്ടുള്ളൊരു നെയ്യപ്പമാണ്. അകമൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ആ റവയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് തരിതരിയായിട്ട് അകമൊക്കെ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്യപ്പമാണ്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും